നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താൻ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം ശരിയെന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗം ഇപ്പോഴും പാർട്ടിയിലുണ്ടെന്ന് CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ. അത് വർദ്ധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നതെന്നും വി കുഞ്ഞികൃഷ്ണൻ. പ്രാപ്പോയിൽ കുളത്തുവയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്കേറ്റത് കുളത്തുവയിൽ OS രാഹുലിന്റെ ഭാര്യ ആര്യയ്ക്ക്. കാലാനുസൃതമായ നിലയിൽ ആധുനികവൽക്കരിക്കുമ്പോഴാണ് ലൈബ്രറികൾക്ക് ജീവൻ നിലനിൽക്കുകയെന്ന് KP മോഹനൻ MLA. വായനശാലകളിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്തമെന്നും MLA. വാർത്തകൾ വിശദമായി. താൻ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം ശരിയെന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗം ഇപ്പോഴും പാർട്ടിയിലുണ്ടെന്ന് CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ. അത് വർദ്ധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പയ്യന്നൂരിലെ നേതൃത്വത്തിലുള്ള പലരും താൻ പറയുന്നത് ശരിയെന്ന് കരുതുന്നവരാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പയ്യന്നൂര് കോൺഗ്രസ് പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെ ആക്രമിച്ചു. പിന്നീട് BJP പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെയും ആക്രമിച്ചു. പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടാതിരിക്കാനുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം എന്ന രീതിയിൽ പലരും പറയുകയുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SP-ക്കൊരു അപേക്ഷ നൽകിയിരുന്നു. പയ്യന്നൂർ SHO-വിന് അതിൻ്റെ കോപ്പി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. അത് ഈ പുസ്തക പ്രസാധന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ്. മറ്റൊരു കാര്യത്തിനും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടില്ല. പുസ്തക പ്രസാധന ചടങ്ങ് അലങ്കോലമാകാതിരിക്കാനുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുള്ളത്. അന്നേ ദിവസം അല്ലാതെ ഇപ്പോൾ അതിനുശേഷം ഇല്ല, 4-ാം തീയതി വൈകുന്നേരം 4:30 മണിക്കാണ്. 4:30 മണി പറഞ്ഞാൽ 5 മണിക്ക് തുടങ്ങുക എന്നുള്ളതാണ് ആ പുസ്തക പ്രകാശന ചടങ്ങ്. ആ പരിപാടിക്ക് മാത്രമാണ് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത്. കണ്ണൂർ പ്രാപ്പോയിൽ കുളത്തുവയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്കേറ്റു. കുളത്തുവയിൽ OS രാഹുലിന്റെ ഭാര്യ ആര്യയാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. 1.5 വയസ്സുള്ള മകൻ ഋതുദേവിനെയും ഭർത്തൃമാതാവ് രാധയെയും കൂട്ടി വീട്ടിൽ നിന്ന് കക്കോട് വയനാട്ടുകുലവൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടയിലാണ് ആര്യയെ കാട്ടുപന്നി ആക്രമിച്ചത്. കണ്ണൂർ പ്രാപ്പോയിൽ കുളത്തുവായിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്കേറ്റു. കുളത്തുവായിൽ OS രാഹുലിന്റെ ഭാര്യ ആര്യയ്ക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. 1.5 വയസ്സുള്ള മകൻ ഋതുദേവനെയും ഭർത്തൃമാതാവ് രാധയെയും കൂട്ടി വീട്ടിൽ നിന്ന് കക്കോട് വയനാട്ടുകുലവൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടയിലാണ് ആര്യയെ കാട്ടുപന്നി ആക്രമിച്ചത്. കുഞ്ഞുങ്ങളുമായി എത്തിയ കൂറ്റൻ കാട്ടുപന്നിയാണ് ആക്രമണം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. കൈയും കാലും പരിക്കേറ്റ ആര്യയെ ഉടൻ ചെറുപുഴ ലീഡർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. ആക്രമണം നേരിൽ കണ്ട സമീപവാസിയായ KB സുരേഷ് കാട്ടുപന്നിയെ കല്ലെറിഞ്ഞ് ഓടിച്ചതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത്. കുഞ്ഞും രാധയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവമുണ്ടായത് ഫോണിൽ ദൃശ്യം കണ്ട രാഹുൽ സമീപത്തുണ്ടായ അമ്മാവൻ സന്തോഷിനെ വിവരമറിയിച്ചു. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്നാണ് ആര്യയെ ആശുപത്രിയിൽ എത്തിച്ചത്. തലശ്ശേരി നഗരത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പിലാക്കുന്ന പ്രോജക്ട് സിറ്റി വാച്ച് പദ്ധതിയുടെ ഭാഗമായി പുതുതായി സ്ഥാപിച്ച 60 CCTV ക്യാമറകളുടെ ഉദ്ഘാടനം തലശ്ശേരി നവരത്ന ഓഡിറ്റോറിയത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് IPS നിർവഹിച്ചു. തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ ചടങ്ങിൽ അധ്യക്ഷനായി. പ്രൊജക്ട് സിറ്റി വാച്ച് പദ്ധതിയുടെ ഭാഗമായാണ് 60 CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. തലശ്ശേരി നവരത്ന ഓഡിറ്റോറിയത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് IPS ക്യാമറകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭയുടെയും വ്യാപാരി സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും സംയുക്ത പങ്കാളിത്തത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് 60 ക്യാമറകൾ കൂടി പ്രവർത്തന സജ്ജമാകുന്നതോടെ കുറ്റകൃത്യങ്ങൾ തടയാനും ഗതാഗത നിയന്ത്രണം സുഗമമാക്കാനും സാധിക്കുമെന്നാണ് അധികാരികൾ പ്രതീക്ഷിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ട്രഷറർ PK നിസാർ, തലശ്ശേരി അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് നന്ദഗോപൻ IPS, ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബിജു പ്രകാശ്, KVVES തലശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് ജവാദ് അഹമ്മദ്, KHRA വർക്കിംഗ് പ്രസിഡന്റ് KP ഷാജി,
വ്യാപാരി വ്യവസായ സമിതി തലശ്ശേരി ഏരിയ സെക്രട്ടറി CPM നൌഫൽ, തലശ്ശേരി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് സബ് ഇൻസ്പെക്ടർ അശോകൻ പാലോറാൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി പ്രമുഖരും പങ്കെടുത്തു. കാലാനുസൃതമായ നിലയിൽ ആധുനികവൽക്കരിക്കുമ്പോഴാണ് ലൈബ്രറികൾക്ക് ജീവൻ നിലനിൽക്കുകയെന്ന് KP മോഹനൻ MLA. PR ലൈബ്രറി ഹാളിൽ തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പാനൂർ മേഖലാതല സെക്രട്ടറിമാർക്കുള്ള ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാനുസൃതമായ നിലയിൽ ആധുനികവൽക്കരിക്കുമ്പോഴാണ് ലൈബ്രറികൾക്ക് ജീവൻ നിലനിൽക്കുകയെന്ന് KP മോഹനൻ MLA പറഞ്ഞു. ചെറിയ വായനശാലകളൊക്കെ തന്നെ പുനരുദ്ധീകരിച്ചുകൊണ്ട് നല്ല ലൈബ്രറികളാക്കി മാറ്റാനുള്ള ഒരു വലിയൊരു സന്ദേശം കൊടുത്തുകൊണ്ട് അതിനെ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദാസമാസായി പിന്നീട് അതൊക്കെ തന്നെ ഏറ്റെടുത്തു. ഞാൻ എന്റെ ഈ ലൈബ്രറി PR ലൈബ്രറി പഴയ കാലത്ത് എന്റെ പിതാവിൽ നിന്ന് തുടങ്ങിയതാണ്. ആ തുടങ്ങിയപ്പോൾ ഉണ്ടാകുന്നതിന് കുറെ കാലം വളച്ചിട്ടതിന് ശേഷം ഞാൻ വീണ്ടും പുനരുദ്ധീകരിച്ച് ഏകദേശം 15,000 പുസ്തകങ്ങളുടെ ലൈബ്രറി ആയിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ തരവുമുണ്ട്. ഇവിടുത്തെ വേറൊരു പ്രത്യേകതയുള്ളത് പീരിയോഡിക്കൽസ് ലഭിക്കുകയാണ്. മാഗസീനും ആഴ്ചപ്പതിപ്പും ഒക്കെ തന്നെയായിട്ട് കുറെ നമ്മൾ കാണാത്തതായിരിക്കണം. പ്രത്യേകിച്ച് എനിക്കാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും K. ഹരിദാസൻ അധ്യക്ഷനായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ജയചന്ദ്രൻ കരിയാട്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം TP സനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി K. പ്രദീപ് സ്വാഗതം പറഞ്ഞു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ A. ശ്രീധരൻ എന്നിവർ ക്ലാസ് എടുത്തു. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായിരുന്നു മഹാത്മാഗാന്ധിയെന്ന് മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഗാന്ധിജി രക്തസാക്ഷി ദിനത്തിൽ തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശാരദാ കൃഷ്ണയ്യർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച മഹാത്മജി രക്തസാക്ഷി ദിനാചരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായിരുന്നു മഹാത്മാഗാന്ധിയെന്ന് മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അഹിംസ അഥവാ അക്രമരാഹിത്യം അത് എത്രമാത്രം ശക്തമായ ആയുധമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനായ വിപ്ലവകാരിയാണ് ഗാന്ധി എന്ന കാര്യം അവർ ഇനിയെങ്കിലും വായിച്ച് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യവും അഹിംസയും അത് ഗിരിനിരകളോടും പഴക്കമുള്ളതാണ് എന്ന് ഒരുപാട് ഘട്ടങ്ങളിൽ ഗാന്ധിജി സൂചിപ്പിച്ചിട്ടുണ്ട്. പഴക്കമുള്ളതാണ് എന്ന് ലോകത്തെ നോക്കി പറയാൻ, ഈ തത്വങ്ങൾ ആർക്കും മായ്ച്ചു കളയാൻ സാധിക്കില്ല എന്ന് പറയാൻ ഗാന്ധിജിക്കെല്ലാം ആർക്കാണ് സാധിക്കുക? ആർക്കും അതുപോലെ ശക്തമായിട്ട് പറയാൻ ഇന്നു വരെ സാധിച്ചിട്ടില്ല. നമ്മുടെ ഇവിടെ തന്നെ ആമുഖമായിട്ട് പറയുകയുണ്ടായി, സൂര്യസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഉള്ളം കയ്യിൽ ഒരു പിടി ഉപ്പ് വാരിക്കൊണ്ട് വെല്ലുവിളിച്ച മഹാനാണ് മഹാത്മാഗാന്ധിജൻ. സത്യത്തെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തിൽ തന്നെ നിത്യവിസ്മയമായിട്ടാണ് ആ മഹാനായ മനുഷ്യൻ നിൽക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എങ്കിൽ ആരെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ നമ്മൾ 135 രാജ്യങ്ങളിൽ നിന്നുള്ള റമിനേഷ് ചാലയുടെ ഗാന്ധി സ്റ്റാമ്പ് പ്രദർശനം, GV ബുക്സിന്റെ പുസ്തക പ്രദർശനവും വിൽപ്പനയും നടന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും നഗരസഭാ ഓഫീസിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. MP അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. ഫാദർ ഡോക്ടർ GS ഫ്രാൻസിസ്, ചൂര്യൈ ചന്ദ്രൻ, K. സുരേഷ്, VN ജയരാജ്, MP അസൈനാർ, CV രാജൻ, അഡ്വക്കേറ്റ് CG അരുൺ, KPK മമ്മു, KK നാരായണൻ, TK സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. PV രാധാകൃഷ്ണൻ സ്വാഗതവും ജതീന്ദ്രൻ കുന്നോത്ത് നന്ദിയും പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പ്രദർശനം കാണാനെത്തിയിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സഹകരണ പെൻഷൻകാർ സെക്രട്ടേറിയറ്റ് നടയിൽ ഫെബ്രുവരി 9 മുതൽ 18 വരെ റിലേ സത്യാഗ്രഹം നടത്തുന്നു. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ നയിക്കുന്ന സമര പ്രചരണ ജാഥയ്ക്ക് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. സഹകരണ പെൻഷൻകാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷാമാശ്വാസം 2021 മുതൽ നിർത്തൽ ചെയ്തത് 10% പുനഃസ്ഥാപിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, അതിനു മുന്നോടിയായി 15% ഇടക്കാലാശ്വാസം അനുവദിക്കുക, മെഡിസെപ്പ് മാതൃകയിൽ മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പിലാക്കുക, പെൻഷൻ പരിധി വർദ്ധിപ്പിക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, പെൻഷൻ ബോർഡിന്റെ ഫണ്ടിലേക്ക് സംഘങ്ങളുടെ വിഹിതം ഉറപ്പുവരുത്തുക, പെൻഷൻ ബോർഡിൽ പെൻഷൻകാരുടെ പ്രാതിനിധ്യം ജീവനക്കാരുടെ പ്രാതിനിധ്യത്തിന് തുല്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ ഫെബ്രുവരി 9 മുതൽ 17 വരെ നടക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ ഭാഗമായാണ് വടക്കൻ മേഖല ജാഥ നടത്തുന്നത്. കാസർഗോഡ് മുതൽ തൃശൂർ വരെ നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തലശ്ശേരിയിൽ സ്വീകരണം നൽകി.
പ്രതീക്ഷിച്ച DA അനുവദിക്കാതെ സർക്കാർ സഹകരണ പെൻഷൻകാരെ അനിശ്ചിതകാല സമരത്തിലേക്ക് തള്ളിവിടുകയായിരുന്നുവെന്ന് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ മുണ്ടൂർ രാമകൃഷ്ണൻ പറഞ്ഞു. കാരണം എല്ലാവരും കൂടി നിന്നിട്ടൊന്നും നേടാൻ കഴിയുന്നില്ല. പിന്നെ രാഷ്ട്രീയം പറഞ്ഞ് എല്ലാം മാറി നിന്നാൽ ആർക്കും ഒന്നും കിട്ടില്ല. 4100 രൂപ മിനിമം പെൻഷൻ വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. രാവിലത്തെ ഒരു കാട്ടുകുടിക്ക് മാത്രമേ വകുപ്പുള്ളൂ. മരുന്ന് വാങ്ങണമെങ്കിൽ അത്രയും ഉള്ളൂ, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല. 2000 ഉറുപ്പിക ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോൾ 400 രൂപ പെട്ടെന്ന് വർദ്ധിപ്പിച്ചു, ഒരൊറ്റ അടിക്കുക. പക്ഷെ നമ്മുടെ പെൻഷനിൽ 500 രൂപ വർദ്ധിപ്പിച്ചത് 610 ആൾക്കേ ഗുണമുള്ളൂ, ബാക്കിയൊന്നും തൊട്ടില്ല. വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് നമ്മുടെ പെൻഷൻകാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെ പോകേണ്ട ആൾക്കാരല്ല. കാരണം നമ്മളെല്ലാം ഇന്ന് കാണുന്ന, ഞങ്ങളിപ്പോൾ ഈ 2 ജില്ലകളിൽ കടന്നു വന്നല്ലോ, എന്താ ഓരോ സ്ഥാപനങ്ങളുടെ ഓഫീസ് കെട്ടിടങ്ങൾ കണ്ടാൽ നമ്മൾ ഇതിലൊക്കെ പണിയെടുക്കുന്ന ആ ജീവനക്കാരുടെ കൈയെടുത്ത് തൊഴണം. അതിൻ്റെ അസ്ഥിവാരമിട്ടത് ആരാണ് അസ്ഥിവാരമിട്ടത്? ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളാണ്. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാവിലെ 7:30 മണിക്ക് പോയി രാത്രി 9 മണിക്ക്. ജനാർദ്ദനൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. ഗോപാലകൃഷ്ണൻ, NV അജയകുമാർ, അഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. K. പവിത്രൻ സ്വാഗതവും C. വത്സൻ നന്ദിയും പറഞ്ഞു. കാസർഗോഡ് നിന്നും 29-ന് ആരംഭിച്ച ജാഥ 4-ന് തൃശ്ശൂരിൽ സമാപിക്കും. ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറയുന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നതെന്ന് മുൻ MP PK ശ്രീമതി ടീച്ചർ. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഭരണഘടനയ്ക്കൊരു ചിത്രാഖ്യാനം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടീച്ചർ. 25ഓളം ചിത്രകാരന്മാർ പരിപാടിയിൽ പങ്കെടുത്തു. ലോകത്തെ ഏറ്റവും ശക്തമായ ഭരണഘടനയാണ് ഇന്ത്യയിലേത്. എല്ലാവരും ഭരണഘടനയെ ബഹുമാനിക്കുമ്പോൾ ഭരണഘടനയെ തള്ളിപ്പറയുകയാണ് കേന്ദ്ര ഭരണാധികാരികൾ. 3-ൽ 2 ഭൂരിപക്ഷം NDAക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ നിലനിൽപ്പ് കൂടുതൽ ആശങ്കയിലാകുമായിരുന്നുവെന്നും PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യമായ സത്ത, അതിൻ്റെ മൂല്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കഴിയത്തക്ക വിധത്തിൽ അത് ഇവിടെ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മൾ പറഞ്ഞാൽ അത് അപ്പോൾ തീർന്നു. പക്ഷേ ചിത്രം നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ചിത്രകാരന്മാർ വരക്കുന്ന, അത് ഡോക്ടർ അംബേദ്കറുടെ ചിത്രമായാലും പാർലമെന്റിന്റെ ചിത്രമായാലും അശോകസ്തംഭത്തിന്റെ ചിത്രമായാലും, അതല്ലെങ്കിൽ നമുക്ക് വാക്കുകൾ പ്രയോഗിക്കാൻ കഴിയാത്ത ചിലര് പ്രസംഗിച്ചാൽ കേസെടുക്കുന്ന അങ്ങനെയുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച്, സമത്വത്തെ സംബന്ധിച്ച്, ഇതിനെ സംബന്ധിച്ചെല്ലാം, സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്, ഇതെല്ലാം ആശയങ്ങൾ ചിത്രങ്ങളായിട്ട് മാറുമ്പോൾ ആ ചിത്രങ്ങൾ വർഷങ്ങളോളം അതിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പ്രസംഗിച്ചാൽ അതവിടെ തീർന്നു. പക്ഷെ ചിത്രം വരച്ചാൽ എത്രയോ കാലങ്ങൾ, എത്ര കാലം അത് നീണ്ടു നിൽക്കുമോ അത്ര കാലം ആ ചിത്രം നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ അത് കൂടുതൽ ശക്തമായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ കഴിയത്തക്ക വിധത്തിൽ അത് ആ സന്ദേശം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇടയാക്കും എന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ എത്ര സംവാദം നടത്തിയാലും കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് സിനിമയിലൂടെയോ അല്ലെങ്കിൽ മറ്റ് വിഷ്വലിലൂടെയോ. ഇതൊരു വിഷ്വൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സവിശേഷമായ ഒരു ക്യാമ്പ് നമ്മുടെ പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്താൻ നിശ്ചയിച്ചത് തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. അത് അഭിനന്ദനാർഹമാണ്. പ്രസംഗിച്ചാൽ കേസെടുക്കുന്ന സ്ഥിതിവിശേഷത്തിൽ ആശയങ്ങൾ അവതരിപ്പിക്കാൻ മറ്റ് മാധ്യമങ്ങൾ വേണം. പ്രസംഗിച്ചിട്ടോ സംവാദം നടത്തിയിട്ടോ കാര്യമില്ല. ആശയങ്ങൾ ചിത്രങ്ങളായി മാറുമ്പോൾ ആ ആശയം വർഷങ്ങളോളം നിലനിൽക്കും. അതുകൊണ്ടുതന്നെ ഭരണഘടനയ്ക്കൊരു ചിത്രാഖ്യാനം എന്ന പരിപാടി വേറിട്ട ആശയമാണെന്നും PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. പ്രസീത അധ്യക്ഷത വഹിച്ചു. P. ഹരീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. സുധീഷ്, ചുക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് ഡയറക്ടർ പൊന്നം ചന്ദ്രൻ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി TD തോമസ് നന്ദിയും പറഞ്ഞു. രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിലാണ് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ചുക്ലി, കതിരൂർ, മൊകേരി, പന്നന്നൂർ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ഭരണഘടന ചിത്രാഖ്യാനം നടത്തിയത്.
കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ 25ഓളം ചിത്രകാരന്മാർ പങ്കെടുത്ത ചിത്രാഖ്യാനം ഇന്ത്യയുടെ ഭരണഘടനയുടെ മൂല്യവും ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വവും ഒരേ സമയം പ്രതിധ്വനിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ചു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണഘടന സാക്ഷരതാ പരിപാടിക്കും തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തൊടീക്കളം ചിറ്റാരിപ്പറമ്പ് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 2 വൈകിട്ട് 3 കെ ശൈലജ MLA ഉദ്ഘാടനം ചെയ്യും. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ROP ഫണ്ടിൽ നിന്നും അനുവദിച്ച 1.43 കോടി രൂപ ഉപയോഗിച്ചാണ് ഇരുനിലകളിലായുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ചിറ്റാരിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 2 തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് മട്ടന്നൂരിലെ MLA KK ശൈലജ ടീച്ചർ നിർവഹിക്കുന്നതാണ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ROP ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ള 1,43,00,000 രൂപ ഉപയോഗിച്ച് 2 നിലകളിലുള്ള പുതിയ കെട്ടിടമാണ് നിർവഹിച്ചിട്ടുള്ളത്. അതിൽ നമ്മുടെ കേരളത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് മിക്കതും. അതുകൊണ്ട് തന്നെ ആർദ്ര മിഷന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള നിഷ്കർഷിക്കുന്ന പുതിയ എല്ലാ സേവനങ്ങളും അതിൽ OP ഉണ്ട്, ഫാർമസി സംവിധാനമുണ്ട്, മൈനർ OT, നെബുലൈസേഷൻ, സ്പെഷ്യാലിറ്റി OP, ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനം. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തൊടീക്കളം ചിറ്റാരിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 2 വൈകിട്ട് 3 KK ശൈലജ ടീച്ചർ MLA ഉദ്ഘാടനം ചെയ്യും. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ROP ഫണ്ടിൽ നിന്നും അനുവദിച്ച 1.43 കോടി രൂപ ഉപയോഗിച്ചാണ് ഇരുനിലകളിലായുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പിണറായി പിക്കോസ് ആണ് നിർമ്മാണം നിർവഹിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരുൾ അധ്യക്ഷനാവും. MPമാരായ K സുധാകരൻ, P സന്തോഷ് കുമാർ, Dr. V ശിവദാസൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ Dr. KT രേഖ എന്നിവർ മുഖ്യാതിഥികളായും പങ്കെടുക്കും. ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ Dr. PK അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരുൾ, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പവിന കാരായി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PP പവിത്രൻ, OK അനുരാധ, ബ്ലോക്ക് അംഗം CC സഹൽരാജ്, മെഡിക്കൽ ഓഫീസർ Dr. K മഞ്ജുള, KM ബൈജു, മുഹമ്മദ് സക്കറിയ എന്നിവർ പങ്കെടുത്തു. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ അനിശ്ചിതകാല പ്രക്ഷോഭത്തിലേക്ക്. ഫെബ്രുവരി 9 മുതൽ 17 വരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തും. സമരപ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ അനിശ്ചിതകാല പ്രക്ഷോഭത്തിലേക്ക്. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, പെൻഷൻ പരിധി വർദ്ധിപ്പിക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി 9 മുതൽ 17 വരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തും. നിരാഹാര സമരത്തിന്റെ പ്രചരണാർത്ഥം സംസ്ഥാന ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി. താലൂക്ക് പ്രസിഡന്റ് CV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. ഈ പെൻഷൻ കോൺട്രിബ്യൂഷൻ എന്നത് ഏത് സഹകാരി പറഞ്ഞാലും ഏത് അർത്ഥത്തിൽ പറഞ്ഞാലും അത് ഈ സംഘടനയോ ഈ പെൻഷൻ 26,000 ജീവനക്കാരോ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഞങ്ങളുടെ അവകാശമാണ്, ഔദാര്യമല്ല. അങ്ങനെ ഔദാര്യത്തിന്റെ പേരിൽ കുമ്പിട്ട് നിൽക്കേണ്ട കാലം കഴിഞ്ഞു പോയി എന്ന അഭിപ്രായമാണ് ഈ സംഘടനയ്ക്കുള്ളത്. ആ ഉറച്ച അഭിപ്രായം മുന്നോട്ട് വെക്കുന്നതോടൊപ്പം തന്നെ അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും പ്രായോഗികമായ കാര്യങ്ങൾ കൂടി ഈ സംഘടന ചർച്ചയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മൾ കാണേണ്ട വിഷയം എന്താ? 26,000 പെൻഷൻകാർ ഈ പെൻഷൻ ബോർഡ് സംഘടനയിൽ നിന്നാണ്. അതിൽ ഏതാണ്ട് 16,000-17,000 പേര് സംഘടനയിലെ അംഗങ്ങളാണ്.
60,000-ഓളം വരുന്ന പെൻഷൻ ജീവനക്കാർ, സംഘടനാ സംഘങ്ങളിലെ ജീവനക്കാർ ഇന്ന് പെൻഷൻ ബോർഡിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം കണക്കാണ്, കൃത്യമായ കണക്ക് അറിയാം. സംഘടനാ ഭാരവാഹികളായ എം ഗോപാലകൃഷ്ണൻ, കെ പി പ്രഭാകരൻ, എൻ വി അജയ്കുമാർ, മണ്ണയാട് ബാലകൃഷ്ണൻ, ഇ ബീന, എം സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ചൊക്ലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് സംഗമം സംഘടിപ്പിച്ചു. പാത്തിക്കൽ കക്കടവ് ബോട്ട് ജെട്ടി പരിസരത്ത് നടന്ന പാലിയേറ്റീവ് സംഗമം വേറിട്ട അനുഭവമായി. 100ഓളം പാലിയേറ്റീവ് രോഗികളും ബന്ധുക്കളുമടക്കമുള്ളവർ സംഗമത്തിനെത്തി. രോഗാവസ്ഥയുടെ തളർച്ചയിൽ വീടുകളിലെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നവർ ഒത്തുകൂടിയപ്പോൾ അത് വേറിട്ട കാഴ്ചയായി. പുഴയുടെ സൗന്ദര്യം വമിഞ്ഞൊഴുകുന്ന പ്രകൃതിരമണീയമായ കക്കടവിൽ നടന്ന സംഗമം ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനൂപ് ഉദ്ഘാടനം ചെയ്തു. അടുത്ത പദ്ധതി രൂപീകരണവുമായി 2026-27 വർഷത്തെ പദ്ധതി രൂപീകരണ വേളയാണ്. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷമാണ് ഈ വർഷം. അപ്പോൾ അടുത്ത പദ്ധതി കൂടിയാകുമ്പോൾ 14ാം പഞ്ചവർഷ പദ്ധതി പൂർത്തിയാക്കി. അപ്പോൾ അടുത്ത കൊല്ലം മുതൽ 15ാം പഞ്ചവത്സര പദ്ധതിയായിരിക്കും. 5 കൊല്ലത്തേക്കാണ് ഈ വർഷ പദ്ധതികൾ രൂപീകരിക്കുക. അപ്പോൾ സാധാരണ നിലയിൽ അവസാന വർഷത്തെ പദ്ധതി രൂപീകരിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ആലോചിക്കുക കൂടി വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പല രീതിയിലും പ്രത്യേകതയുള്ള ഒരു സദസ്സാണ്. ഈ സദസ്സ് ധന്യമാക്കാൻ വേണ്ടി ഇതിന് മുൻകൈ എടുത്തിട്ടുള്ള പലപ്പോഴും പാലിയേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയും, നമുക്ക് വേണ്ടി FHSന്റെ മുമ്പിൽ ഒരു പന്തളം കെട്ടി പരിപാടി നടത്താം, വലിയ വേറെ ചെലവൊന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല, നമ്മുടെ അവസാനത്തെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ റിസ്ക് എടുത്താലും നമ്മളോടൊപ്പമുള്ളവർ സന്തോഷിക്കട്ടെ എന്നുള്ളതാണ്. നമുക്ക് ഈ പരിപാടിയുടെ അവസാനം ഈ ബോട്ട് ജെട്ടിയിലൊക്കെ പോയി അവസാനം നമുക്ക് സഞ്ചരിക്കാൻ പറ്റാവുന്ന ആളുകൾക്ക് ഈ പുഴയോരത്തുകൂടി സഞ്ചരിക്കാനുള്ള അവസരമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി സന്നദ്ധ സേവന പ്രവർത്തന രംഗത്ത് മാതൃകാപരമായ ഇടപെടൽ നടത്തുന്ന സന്നദ്ധ പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ IRPC പോലെയുള്ള ഈ മേഖലയിലെ സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തുന്ന സംഘടനാ പ്രതിനിധികളുണ്ട്. ഇവരെല്ലാം ചേർന്ന് പരമാവധി ഉല്ലാസമാക്കാൻ വേണ്ടി ഈ ദിനത്തെ മാറ്റും എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശത്ത് പരിപാടി നടത്തുമ്പോഴുള്ള പ്രത്യേകത. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KTK പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PK മോഹനൻ മാസ്റ്റർ, മിസ്ഹാബ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഖാലിദ്, അസ്ലം മെഡിനോവ എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീതു സ്വാഗതവും പാലിയേറ്റീവ് അംഗം റിജിഷ നന്ദിയും പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 100ഓളം പാലിയേറ്റീവ് രോഗികളാണ് ഒത്തുകൂടിയത്. പാലിയേറ്റീവ് രോഗികളുടെയും നാട്ടുകാരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ കലാപരിപാടികളും നടന്നു. സംഗമത്തിനെത്തിയവർക്ക് ഭക്ഷണവും ഒരുക്കിയിരുന്നു. തലശ്ശേരി പ്രദേശത്തിന്റെ പൊതുനന്മയ്ക്കു വേണ്ടിയും അതോടൊപ്പം സമുദായത്തിന്റെ പുരോഗതിക്കു വേണ്ടിയും പ്രവർത്തിക്കാൻ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ പ്രതിജ്ഞാബദ്ധരാകണമെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ലത്തീഫ് മട്ടാമ്പ്രം വാർഡ് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മട്ടാമ്പ്രം വാർഡ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ആദര സമ്മേളനം സംഘടിപ്പിച്ചു. ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. സാഹിർ പാലക്കൽ അധ്യക്ഷനായി. മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും വനിതാ ലീഗ് നേതാവുമായ ഫാരിഷ് ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി.
AK ആബൂട്ടി ഹാജി, CKP മമ്മു, TV റാഷിദ് ടീച്ചർ, വാർഡ് കൗൺസിലർ റുബ്സീന, ജംഷീർ മഹമ്മൂദ്, മഹറൂഫ് ആലഞ്ചേരി, അഫ്സൽ മട്ടാമ്പ്രം, തഷ്രീഫ് ഉസമട്ട, PK സാദിഖ്, KC തസ്നി, COT ഫസൽ, മുദസിർ, KMCC എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KV മജീദ് സ്വാഗതവും ട്രഷറർ ഫസൽ K നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തലശ്ശേരി മണ്ഡലം ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. പരിപാടിക്ക് KR മുനീർ കൈവട്ടം, ഫസൽ ചേരിക്കൽ, PP സാദിഖ്, KC മുനീർ, ആസിഫ് കൊളത്തായി എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490 233 7707 9895 485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തുകേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Welcome to Modern Clay Preschool, Pandakal, Mahi. Usha ma'am, the founder and principal of Ideal School, with an experience of more than 40 years, is all set to welcome the little ones into the world of knowledge, where little dreams take shape and young minds shine bright. The school is child-centric and activity-based and designed to foster creativity, curiosity and confidence. The center offers tailored program for early childhood development, which includes playgroup, nursery, kindergarten and daycare. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി.
300 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തയിലേക്ക്. തലശ്ശേരി MES ബാവ റെസിഡൻഷ്യൽ സ്കൂൾ വാർഷികാഘോഷം ഋതുമോസ് 2026 വർണ്ണാഭമായി നടന്നു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മാജിക് ഷോയും അരങ്ങേറി. തലശ്ശേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ COT ഷബീർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഓർമ്മയിലെ പൂക്കാലമാണ് പഠനകാലമെന്നും പഠനത്തോടൊപ്പം കലകളെയും സൗഹൃദങ്ങളെയും ചേർത്ത് നിർത്താൻ ഈ കാലത്തിനെ സാധിക്കൂ എന്നും വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് COT പറഞ്ഞു. ഈ പരിപാടിയിൽ ക്ഷണിച്ചതിൽ കാരണം ഞാനെപ്പോഴും ദൂരെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് MES സ്കൂൾ. കാരണം വിദ്യാഭ്യാസം മാത്രമല്ല, ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ തന്നെ കണ്ടത് കുട്ടികളുടെ കായിക പ്രകടനങ്ങളും അതേപോലെ തന്നെ കലാപ്രകടനങ്ങളൊക്കെ ഇനി വരും. അതൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സ്കൂളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറേയധികം സ്കൂളുകളുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ മാറി ഇവിടെ വന്ന് മത്സരിക്കുന്നത്. കാരണം ബ്രണ്ണൻ സ്കൂളും ഗേൾസ് സ്കൂളും ഒക്കെ അവിടെയൊക്കെ കണ്ടത് ഒരു ഇടുങ്ങിയ സ്ഥലത്ത് കുറേ വിദ്യാർത്ഥികൾ അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മത്സരിക്കാൻ വന്നപ്പോൾ തന്നെ ഇതാണ് എൻ്റെ ബൂത്ത്. അങ്ങനെ കണ്ട വിശാലമായ ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള അധ്യാപകരൊക്കെ ഇതിനുവേണ്ടി ഇപ്പോൾ കണ്ട പരിപാടികളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് ഇതിനുവേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. MES എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി KMD മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രസിദ്ധ മാന്ത്രികനും മോട്ടിവേറ്റീവ് സ്പീക്കറുമായ ശ്രീജിത്ത് വിയ്യൂർ മുഖ്യാതിഥിയായി. The music we heard together is more than music. The bread we had together is more than bread. എന്താ അർത്ഥം അറിയാവോ? The music we heard together is more than music. ഒരുമിച്ച് കേൾക്കുന്ന പാട്ട് അത് ഒറ്റയ്ക്ക് കേൾക്കുന്ന പാട്ടിനേക്കാൾ മുഞ്ചുള്ള പാട്ടാ. അത് ഒരുമിച്ച് കേൾക്കുന്നതിനെ കൊണ്ടാകട്ടോ. The bread we had together is more than bread. നമ്മൾ ഒരുമിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിന് ഒറ്റയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ രുചിയുണ്ട്. കണ്ടില്ലേ? ഈ സ്കൂളിലെ എല്ലാ പ്രിയപ്പെട്ടവരും, ഇതിൻ്റെ KMD മുതൽ നമ്മളെ ജനപ്രതിനിധി മുതൽ PTA ആളുകൾ മുതൽ എല്ലാ രക്ഷിതാക്കളും കുട്ടികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഈ രാത്രി ആഘോഷമാക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ കാണുന്ന സൗന്ദര്യം, അതാ ഞാൻ പറഞ്ഞത്. ഒരുമിച്ചിരുന്ന് കിട്ടുമ്പോൾ ഒരുമിച്ചിരുന്ന് കേൾക്കുന്ന പാട്ടും അല്ലേ, അതൊക്കെ ഏറ്റവും മനോഹരമാണ് എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ പ്രിൻസിപ്പൽ നൂറി P റഫീഖ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് AK സുമയ്യ, സ്കൂൾ ലീഡർ ഫാത്തിമത്തുൽ സൈനഭ, വൈസ് പ്രിൻസിപ്പൽ M മഞ്ചരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മാജിക് ഷോയും അരങ്ങേറി. കരാത്തെ പരിശീലനത്തോടെയാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത്. മഡ് ആൻഡ് ക്ലേ ഇന്റർനാഷണൽ പ്രീ സ്കൂൾ പന്തക്കലിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. പന്തക്കൽ ഐഡിയൽ സ്കൂൾ റോഡിൽ ഫെബ്രുവരി 5 രാവിലെ 9:30 കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര വർമ്മ സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്കൂൾ ചെയർമാൻ G ഉഷ അറിയിച്ചു. മഡ് ആൻഡ് ക്ലേ ഇന്റർനാഷണൽ പ്രീ സ്കൂൾ പന്തക്കലിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. പന്തക്കൽ ഐഡിയൽ സ്കൂൾ റോഡിൽ ഫെബ്രുവരി 5 മഡ് ആൻഡ് ക്ലേ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന് സ്കൂൾ ചെയർമാൻ G ഉഷ പറഞ്ഞു. മയ്യടി വിദ്യാഭ്യാസ മേഖലയിൽ പുതിയതായാണ് ഞങ്ങൾ മഡ് ആൻഡ് ക്ലേ പ്രീ സ്കൂൾ ആരംഭിക്കുന്നത്. ഫെബ്രുവരി 5 പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിന് തിരി തെളിയിക്കുകയാണ്.
ഫെബ്രുവരി 5 രാവിലെ 9:30 കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത് ചന്ദ്രവർമ്മ സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് 40 വർഷത്തെ പ്രവൃത്തി പരിചയവുമുണ്ട്. ഇതോടനുബന്ധിച്ച് 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. പുതിയ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് ഞങ്ങളുടെ കുട്ടികളെ വളരെ നല്ല രീതിയിൽ സമൂഹത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. 4ാമത് കേരള നെറ്റഡ് ബോൾ സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി. 79 സ്കൂളിൽ നിന്നും 470-ലധികം കുട്ടികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. 4ാമത് കേരള നെറ്റഡ് ബോൾ സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ 79 സ്കൂളുകളിൽ നിന്നും 470-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. യൂണിവേഴ്സിറ്റി സ്പോർട്സ് ഡയറക്ടർ ഡോക്ടർ MNC ബോസ് ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി മുകുന്ദൻ അധ്യക്ഷനായി. സംസ്ഥാന GST അഡീഷണൽ കമ്മീഷണർ ഡോക്ടർ സർഫ്, ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ, ഫെഡറേഷൻ ഇന്റർനാഷണൽ സെക്രട്ടറി ശിവരാജൻ, നാഷണൽ സെക്രട്ടറി റിനി ശിവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാനൂർ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം UP സ്കൂൾ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. ഗുരുസന്നിധി പ്രസിഡന്റ് പ്രദീപൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് പാസ്റ്റോടെയാണ് സ്പോർട്സ് മീറ്റ് ആരംഭിച്ചത്. ഗുരുസന്നിധി പ്രസിഡന്റ് പ്രദീപൻ മാസ്റ്റർ സല്യൂട്ട് സ്വീകരിച്ചു. നാദാപുരത്ത് അത് 73 വിദ്യാലയങ്ങളാണ്. ഞാൻ നാദാപുരം ജില്ലയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു വിദ്യാലയത്തില് ഇന്ന് UP വിഭാഗത്തിൽ കൊളവല്ലൂർ UP സ്കൂളിൽ മാത്രമേ ഒരു കായിക അധ്യാപകനുള്ളൂ. സർക്കാർ എന്ത് തന്നെ പറഞ്ഞാലും പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കി കൊടുത്തതല്ലാതെ കായികപരമായി കുട്ടികൾക്ക് പ്രാക്ടിക്കലി കുട്ടികൾക്ക് ഇൻവോൾവ്ഡ് ആകാൻ പറ്റിയ തരത്തിലുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. വളരെ ഖേദകരം തന്നെയാണ്. മറ്റെല്ലാ രാജ്യങ്ങളും കായിക താരങ്ങൾക്കും അതുപോലെ തന്നെ കായിക പഠനത്തിലും കായിക മേഖലയ്ക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ സർക്കാർ, പ്രത്യേകിച്ച് കേരള സർക്കാർ, ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതല്ല, കുട്ടികളുടെ ഒരു ആവശ്യകതയാണ്. ആ ആവശ്യത്തെ മറന്നുകൊണ്ട് ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന രൂപത്തിലേക്കാണ് നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ പോകുന്നത്. തുടർന്ന് പ്രിൻസിപ്പൽ TK അശോകൻ പതാക ഉയർത്തി. മദർ PTA പ്രസിഡന്റ് ഷാഗില പ്രദീപ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് K മിറാജ്, E രമേശൻ, ഒട്ടാണി നാണു, M പ്രമീള എന്നിവർ സംസാരിച്ചു. K അൻവിയ അത്ലറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PK സിമിന, MK സുജിത, TV രാജന, O പുരുഷ മാസ്റ്റർ എന്നിവർ സ്പോർട്സിന് നേതൃത്വം നൽകി. തലശ്ശേരി വടക്കുംപാട് കാളിയിൽ പുളിഞ്ഞോളി ഭഗവതി ക്ഷേത്രം തിറ മഹോത്സവം 4 ദിവസങ്ങളിലായി നടക്കും. ഫെബ്രുവരി 2, 3, 4, 5 എന്നീ തീയതികളിലാണ് മഹോത്സവം നടക്കുക. വീണ്ടും ഒരിടവേള. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട.
വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. അണ്ടലൂർ തിറയുത്സവത്തിന്റെ മുന്നോടിയായി ഹരിജനങ്ങളുടെ കാഴ്ചവരവ് കാവിലെത്തി. കിഴക്കേ പാലയാട്ടെ ഹരിജൻ ഉന്നതിയിൽ നിന്നും ആരംഭിച്ച അടിയറ ഘോഷയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ ഭക്തർ സ്വീകരണം നൽകി. അണ്ടലൂർ തിറയുത്സവത്തിന്റെ ഭാഗമായി ഹരിജനങ്ങളുടെ കാഴ്ചവരവ് കാവിലെത്തി. കിഴക്കേ പാലയാട്ടെ ഹരിജൻ ഉന്നതിയിൽ നിന്നും ആരംഭിച്ച അടിയറ ഘോഷയാത്രയ്ക്ക് നിറദീപം കൊളുത്തിയും പടക്കം പൊട്ടിച്ചും ഭക്തർ വരവേൽപ്പ് നൽകി. അണ്ടലൂർ കിഴക്കുംഭാഗത്തുള്ള തുരുത്തിൽ തറവാട്ടുകാരും കിഴക്കേ പാലയാട്ടെ കുന്നുംപുറം തുലാപ്പറമ്പത്ത് ദേവസ്ഥാനത്ത് നിന്നുള്ള കല്യാടൻ തറവാട്ടുകാരുമാണ് ഹരിജനങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ കാവിലെത്തിക്കാനുള്ള അവകാശികൾ. കാഴ്ചവരവ് കാവിൽ എത്തിയ ശേഷം വലിയമ്പ്രാൻ കൊടുക്കുന്ന കുറിയില സ്വീകരിക്കും. മൊകേരി കൂരാറ മണ്ടമുള്ളതിൽ ക്ഷേത്രം തിറ മഹോത്സവത്തിന് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രം ഊരാളന്മാരുടെ വാളെടുത്തുറയൽ ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. കൂരാറ മണ്ടമുള്ളതിൽ ക്ഷേത്രം തിറ മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ ഗണപതി ഹോമം, 9 മണിക്ക് കൊടിയേറ്റം, വൈകിട്ട് കാവുണിർത്തൽ, വെള്ളാട്ടം എന്നിവ നടന്നു. വൈകിട്ട് കാഴ്ചവരവ്, തുടർന്ന് വെള്ളാട്ടങ്ങൾ, ഊരാളന്മാരുടെ ഉറഞ്ഞുതുള്ളൽ എന്നിവയും ഉണ്ടായി. മുപ്പത്തിയൊന്നിന് പുലർച്ചെ മുതൽ അതിരാളനും മക്കളും, ഗുളികൻ, ഭഗവതി, അങ്കക്കാരൻ, കാരണവർ, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ കെട്ടിയാടും. വൈകിട്ട് 3:30 അങ്കക്കാരന്റെ തട്ടുംപയറ്റോടെ ഉത്സവം സമാപിക്കും. അന്നദാനവും ഉണ്ടാവും. കിഴക്കേ ചമ്പാട് എടവൻ കേളോത്ത് ശ്രീ വൈര്യഘാതക ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. 2 ദിവസത്തിലായി നടന്ന മഹോത്സവത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി പാറോളി ഇല്ലം ഉണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ വാർഷികം നടന്നത്. ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികൾ നടന്നു. തിരുവാതിര, ഭക്തിഗാനാർച്ചന എന്നിവയും ഉണ്ടായി.
நாமும் பாடும் பொழுதொரு துன்பங்கள் கேட்கும். குமரனை கண்டதும் எனக்கு கவலை இல்லடா, குன்றத்துக்கு குமரன் இல்லடா, என்றைக்குமே முருகனை நான் மறந்ததில்லடா. அந்தியடங்கா நான் கடம்புள்ளடா, கடம்பெண்ண மறந்ததில்லடா, மண்டியிட்டு மன்னிப்புள்ள என்ன விட்டதும் இல்லடா. அந்தியடங்கா நான் கலக்க நல்லவா, அவன் நமக்கு വെള്ളിയാഴ്ച നട തുറക്കൽ, പ്രതിഷ്ഠാദിന വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം, ത്രികാല പൂജ എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധന, ഭഗവതി സേവ എന്നിവയോടെ ഉത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലും ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. കൂത്തുപറമ്പ് AJ ഗോൾഡൻ ഡയമണ്ട് 3ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ വി ഷിജിത്ത് കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. കൂത്തുപറമ്പ് AJ ഗോൾഡൻ ഡയമണ്ട് 4ാം വയസ്സിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ വി ഷിജിത്ത് കേക്ക് മുറിച്ച് നിർവഹിച്ചു. ഈ വ്യാപാര മേഖലയിൽ വലിയ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഞങ്ങളിവിടെ കുറച്ച് മുന്നേ ഇവിടെ സംസാരിക്കുന്ന ഘട്ടത്തിലും ഇന്ന് കൂത്തുപറമ്പിൽ ഏതൊരു വ്യാപാരത്തിനും തുടങ്ങാൻ, ആരംഭിക്കാൻ വളരെ എളുപ്പം സാധ്യമാകുന്നു എന്നുള്ളതാണ്. അത്രയും സൗഹാർദ്ദമായി നിയമ നടപടിക്രമങ്ങളും മറ്റെല്ലാമായി മുന്നോട്ടേക്ക് പോകുന്നു എന്നതാണ്. ഒരുപാട് ആളുകൾ കൂത്തുപറമ്പിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇത് കൂത്തുപറമ്പിൻ്റെ വികസനത്തിനും കൂത്തുപറമ്പിൻ്റെ മുഖമാറ്റത്തിന് തന്നെ കാരണമാകുന്നു എന്നുള്ളത് ഏറ്റവും മാതൃകാപരമാണ്, സന്തോഷകരമാണ്. അതോടൊപ്പം തന്നെ AJ ഗോൾഡൻ ഡയമണ്ട് ഇവിടെ 4ാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ 4 വർഷം എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയമായ ഒരു ഇടപെടലുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ നറുക്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. ആളുകളെല്ലാം അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ജനകീയ ഇടപെടലാണ്. അത് തീർച്ചയായിട്ടും അത് ജനങ്ങൾ പ്രതീക്ഷയോടെ, സ്നേഹത്തോടെ കാണുന്നു എന്നുള്ളതാണ്. വൈസ് ചെയർമാൻ MV ശ്രീജ, കൗൺസിലർമാരായ മൻസൂർ, C സുധീർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. മാനേജിംഗ് ഡയറക്ടർ ഹാരൂൺ റഷീദ്, ജാഫർ ഹംസ, മാനേജർമാരായ PV ഷംസുദ്ദീൻ, ഷഫീർ, ജംഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയിയായ ചിറ്റാരിപ്പറമ്പിലെ റിദാന് ഡയമണ്ട് നെക്ലേസ് സമ്മാനമായി നൽകി. കൂത്തുപറമ്പിന്റെ മണ്ണിലാണ് നടക്കുന്നത്. ഇലക്കി എടുത്തോളൂ. ആരാണ് ആ ഭാഗ്യവാൻ, ആരാണ് ഭാഗ്യവതി, അവൻ എവിടെയുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു കൂപ്പൺ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസമായിട്ട് ഈ ഷോറൂമിൽ AJ ഗോൾഡൻ ഡയമണ്ടിൽ വന്നിട്ട് സാധനം പർച്ചേസ് ചെയ്ത ആ ഡയമണ്ട് നെക്ലേസ് ലഭിച്ചിരിക്കുന്ന ഭാഗ്യവാൻ എന്ന് പറയുന്നത്, കൂപ്പൺ നമ്പർ ഞാൻ ആദ്യം പറയാം, 0582 0582 റിദൂൺ വി നിതിൻ, റിദാൻ ആർ നിതിൻ എന്ന് പറയുന്ന ആൾക്കാണ് ചിറ്റാരിപ്പറമ്പുള്ള റിദാൻ ആർ നിതിൻ എന്ന് പറയുന്ന ആൾക്കാണ് ഈ ഒരു ഡയമണ്ട് നെക്ലേസ് ലഭിച്ചിട്ടുള്ളത്. തുടർന്ന് നിസാം തളിപ്പറമ്പും കുടുംബവും അവതരിപ്പിച്ച സംഗീത വിരുന്നും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും.
താൻ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം ശരിയെന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗം ഇപ്പോഴും പാർട്ടിയിലുണ്ടെന്ന് CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ. അത് വർദ്ധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നതെന്നും വി കുഞ്ഞികൃഷ്ണൻ. പ്രാപ്പോയിൽ കുളത്തുവയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. പരിക്കേറ്റത് കുളത്തുവയിൽ OS രാഹുലിന്റെ ഭാര്യ ആര്യയ്ക്ക്. കാലാനുസൃതമായ നിലയിൽ ആധുനികവൽക്കരിക്കുമ്പോഴാണ് ലൈബ്രറികൾക്ക് ജീവൻ നിലനിൽക്കുകയെന്ന് KP മോഹനൻ MLA. വായനശാലകളിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്തമെന്നും MLA. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.